ഗൈസ് നമ്മളിപ്പോ ഷെയ്സമ്മയുടെ ബർത്ത്ഡേക്ക് വേണ്ടി പോവുകയാണ്. ഓൾറെഡി താമസിച്ച് ഓൾറെഡി നമ്മൾ താമസിച്ച് ഫുള്ള് പ്ലാൻ എല്ലാം തകർന്ന് തരിപ്പണമായി. ഇനിയിപ്പം അവരെല്ലാം നമ്മളെ കാത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് പയ്യെ അങ്ങോട്ട് പോകും. പയ്യല്ല പെട്ടെന്ന് പോകണം. കാരണം അവരെല്ലാം റെഡി ആയിരിക്കുന്നുണ്ട് കേക്ക് മുറിക്കാൻ വേണ്ടി. ഷെയ്സമ്മ മുട്ടിയിരിക്കുന്നു. പക്ഷെ നമ്മള് ടയർ ഇല്ലാത്തതുകൊണ്ട് പെട്ടുപോയി. അത് നമ്മളിപ്പോ ടയറൊക്കെ മാറ്റി നമ്മളിപ്പോ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് ഷെയ്സമ്മയെ കാണിച്ചു തരാം. ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ആയിരിക്കും സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. എന്റെ വീട്ടിൽ. നിന്റെ വീട്ടിലല്ല, നമ്മൾ നമ്മളെ വീട്ടിൽ തിരിച്ചു വരും. എത്ര രാത്രിയായാലും എന്റെ വീട്ടില് എത്ര രാത്രിയായാലും ഞാൻ എന്റെ വീട്ടിൽ തിരിച്ചു വരും. നല്ല മഴക്കോളുണ്ട്. അതുകൊണ്ട് ഇന്ന് ബർത്ത്ഡേ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ കിടക്കത്തില്ല. മഴ പെയ്യുമ്പോഴത്തെ ഗൈസ് നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോ തോടും വയലും ആ രാത്രിയത്തെ വ്യൂവും ആ കിളികളുടെ ശബ്ദവും ഒക്കെ കേട്ട് എനിക്ക് എന്റെ വീട്ടിൽ കിടന്നു. നമുക്ക് നാളെ കിടക്കാം. ഇന്ന് തൽക്കാലം ഞാൻ ഇല്ല, ഞാൻ എന്റെ വീട്ടിൽ. നീ നിന്റെ വീട്ടിൽ പോത്തില്ല. നിന്റെ വീട്ടിൽ കിടന്നു. ചുമ്മാ പോത്തില്ല. അവിടെ ബർത്ത്ഡേ ഫംഗ്ഷൻ അവര് വെച്ചേക്കുന്ന എത്ര 4:30? 4:30 നമ്മളത് ഇപ്പോഴും നിൽക്കുന്നില്ല. 4:30 ഇവിടെ കേട്ടടച്ച് കിടക്കുന്നു. എനിക്ക് തോന്നുന്നു 3 ട്രെയിനും കൂടെ പോകും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് ഇറങ്ങുമ്പോഴത്തേക്കുണ്ടല്ലേ ഒരു 10 ട്രെയിനെങ്കിലും പോകും. അല്ലേ അല്ലേ പോത്തില്ലേ? ആണ്. എന്താണെന്തോ നമ്മൾ കേട്ടടച്ച് കഴിഞ്ഞാൽ ഒരു 10 ട്രെയിൻ നോക്കാം. എത്ര ട്രെയിൻ ഉണ്ടെന്ന് നോക്കാം. 4:30 കറക്റ്റ്. ആ കൊച്ചു കേക്ക് മുറിക്കാൻ മുട്ടിയിരിക്കുന്നു. ഗൈസ് ഞങ്ങൾ താണ്ടെ തിരിഞ്ഞു പോവുകയാണ്. ഇതിപ്പോഴൊന്നും തുറക്കുമെന്ന് തോന്നുന്നില്ല. സോ നമുക്ക് കുറുക്ക് വഴി ചാടാം. ഒരു കുറുക്ക് വഴിയുണ്ട്. ഇതാണ് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തോട്ട് പോണ തീരദേശ വഴി. ഈ സ്ഥലത്തിന്റെ പേരാണ് എന്തെന്ന്? പൊഴിക്കര. പൊഴിക്കര. പണ്ട് ഇവിടെ കണ്ടാകൊണ്ട റോഡ്. ആ പാലം മാത്രമേ ഉള്ളൂ ഷോർട്ടായിട്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റോഡ് കിട്ടും. പാലം മാത്രം ഭയങ്കര നാനോയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല പാസേജാണ്. പണ്ട് റോഡെല്ലാം ഭയങ്കര മോശമായിരുന്നു. ഇപ്പൊ താറിട്ട് എല്ലാം അടിപൊളി. പക്ഷെ അടിപൊളി സീനറി. അതുകൊണ്ട് കാണിച്ചിട്ടാണ് ഈ തീരദേശം വഴികളെ ഈ ഒരൊറ്റ റോഡ് മാത്രമാണ് മോശം. ഇത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് നല്ല വഴിയാണ്. ഒരു വണ്ടി നമുക്ക് വേണ്ടി വഴി ഒരുക്കി തരുന്നു. ഒരു വണ്ടി കഷ്ടിച്ച് പോകത്തേ ഉള്ളൂ. ഓരോ വണ്ടികൾ നമുക്ക് വേണ്ടി കിടക്കുന്നു. നമ്മൾ ആരാ ഇതാരാ ആരാ എന്താ? നമ്മള് തീരദേശം റോഡ് കയറിയിരിക്കുന്നു. കൊല്ലം കാണാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കൊല്ലവും കാണാം. അതുപോലെ നമുക്ക് കാപ്പിലും കാണാം. ചില സമയത്ത് കാപ്പിൽ കാണാൻ പറ്റും. ഇവിടെ നിന്നാ മേഘത്തിന്റെ ഇടയിൽ നിന്ന് വെട്ടമടിക്കുന്നു. നമ്മൾ തന്റെ വീടെത്താറായിരിക്കുന്നു. ഓൾമോസ്റ്റ് അടുത്തിരിക്കുന്നു. ഓക്കേ. ഓരമ്മ റോഡിന്റെ നടക്ക്. വ്ളോഗ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ വീടെത്തി. പിന്നെ നമുക്ക് വോയിസ് ഓവറൊന്നും ചെയ്യാൻ പറ്റില്ല. പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ടും തിരക്കായി പോയി. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെന്ന ഉടനെ തന്നെ നമ്മൾ കേക്ക് എടുത്ത് വെളിയിൽ വെച്ച് കറണ്ട് ഇല്ലായിരുന്നു. സോ കേക്കെല്ലാം ഒരുവിധം അലിഞ്ഞു പോയായിരുന്നു. നമ്മൾ പെട്ടെന്ന് തന്നെ കേക്ക് എടുത്ത് മുറിക്കാൻ വേണ്ടിയിരിക്കുന്നത്. പിള്ളേർ 2 പേരുണ്ട്. ഇതാണ് നമ്മുടെ ഷെയ്സമ്മ, ഇതാണ് നമ്മുടെ ചെവിക്കുട്ടൻ. കേക്ക് മുറിച്ച് 2 അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജെറിയാണ്. സ്ട്രോബെറി. 2 പേരും അത് തട്ടിപ്പറിച്ചിരുന്നു. നമ്മൾ വിചാരിച്ച കേക്ക് മുറിച്ച് അവർ നമുക്ക് പപ്പായി തരുമെന്ന് വിചാരിച്ചു. പക്ഷെ അത് തന്നില്ല. അവർ ഒറ്റയ്ക്ക് തിന്നു കളഞ്ഞു 2 പേരോടി. 2 വട്ടം കഴിക്കുന്നുണ്ടോ? അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞു പാവ കണ്ടോ? കുഞ്ഞു പാവയിലൊരു മുതുക്ക് പാവ തട്ടിപ്പറിച്ചെടുക്കുന്നു. അത് നമുക്ക് എനിക്ക് പോലും തരാതെ ഒറ്റയ്ക്ക് കൊണ്ടു തന്നായിരുന്നു അവസാനത്തിൽ പോലെ. ഓക്കെ ഗൈസ്, ടാറ്റാ ബൈ ബൈ.